ഡാഡി ഇറങ്ങാൻ കുറച്ച് താമസിച്ചുന്നേ. അപ്പൊ അതനുസരിച്ച് ഞാനും ലേറ്റ് ആയി പോയി. തന്റെ ഡാഡിക്ക് എവിടെയെല്ലാം ഇറങ്ങിപ്പോ? കേശു ഞാൻ ചുമ്മാ ചോദിച്ചു. എടോ, ഞാൻ കുറെ കാലമായിട്ട് തന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. തന്റെ മമ്മി എങ്ങനെടോ ആ ഡാഡിയെ സഹിക്കണത്? സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു സംസ്ഥാന അവാർഡെല്ലാം കൊടുക്കണം കേട്ടാ. അതിടയ്ക്കിടയ്ക്ക് മമ്മി തന്നെ പറയാറുണ്ട്. എന്തായാലേ കേശു ഒരു ദിവസം വീട്ടിലേക്ക് വായോ. അല്ല, ഡാഡി എളുപ്പം വരണ്ട, മമ്മി എളുപ്പം വരാല്ലോ. മമ്മി വാവാ, പരിചയപ്പെടാം. ചിരി നോക്ക്. ഇത്ര നാളാന്നറിയൂ ഇത്രയും വിടർന്നൊരു ചിരി കണ്ടിട്ട്. പാറമടയിലെ വെള്ളം പോലെ ശാന്തം. വിടരാൻ സമ്മതിച്ചാലല്ലേ ഓരോ ദിവസം ഓരോ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ എങ്ങനാ? സത്യം പറഞ്ഞ ഈ പ്രശ്നമൊന്നും ഞാൻ ഉണ്ടാക്കണേയല്ല, എല്ലാം തന്നെ ഉണ്ടാവണല്ലേ. ആ ജയന്ദ്രങ്ങളെ എന്തരാണ്? കുറെ ആളായല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഏത് വഴി മറന്നാലും ഇങ്ങോട്ടുള്ള വഴി മറക്കാൻ പറ്റുമോ കേശു? അതാണ് നമ്മുടെ ജയന്ദ്രങ്ങള്. ഏതായി കുട്ടി? നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞാനൊരു ദിവസം ഇങ്ങോട്ട് വരുമ്പോ കണ്ട പോലെ തോന്നുന്നു. ഇടക്കിടക്ക് ഇങ്ങോട്ട് വീട്ടിൽ വന്ന് പോണ ഒരു കുട്ടിയാ. എവിടെയുള്ള? ഇവിടെ അടുത്ത് തന്നെയാ താമസിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞ തൊട്ടടുത്ത് തന്നെ. ഓഹോ, കേശുവിന്റെ ഫ്രണ്ടാണോ? ഓ, എന്താ മോളുടെ പേര്? മെർലിൻ. ഓ, അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ അത്യാവശ്യം പേരുകേട്ട ഫാമിലിയാണ്. ഓ, പേരുകേട്ട ഫാമിലി ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? കോട്ടയം ഏരിയയിലേക്ക് ബിസിനസ് ടൈക്കൂൺസ്. ഓ, മുതലാളിമാരാണല്ലേ. മോളെ, ഞാനേ ഈ അടിസ്ഥാന വിഭാഗമായ തൊഴിലാളി വർഗത്തിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാധാ പ്രവർത്തകനാണ്. ഓ, ആയിക്കോട്ടെ. എന്ന് വെച്ച് നമ്മുടെ ഈ മുതലാളിമാരെ മുഴുവൻ മൂരാച്ചികളായി കാണുന്ന മനോഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കുന്നതാണ്. അതും എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിനക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്കിളുടെ നയമൊക്കെ ഞാൻ പിന്നെ വ്യക്തമാക്കി കൊടുത്തോളാം. യേശു, മെർലിൻ എങ്ങനെയാണ്? മെർലിൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതല്ല ഞാൻ ചോദിച്ചത്, നമ്മുടെ ചിന്താഗതിയൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന ആളാണോ? ഓ, അങ്ങനെ. മെർലിൻ അത്യാവശ്യം കുഴപ്പമില്ല, നമ്മുടെ ചിന്താഗതിയൊക്കെ ആയിട്ട് ഒത്തുപോകും. പക്ഷേ മെർലിന്റെ ഡാഡി പുള്ളിയാണ് പുള്ളി ഒരു കാണേണ്ട മനുഷ്യൻ തന്നെ കേട്ടോ. തൊഴിലാളി വർഗത്തിന്റെ തോളത്ത് കൈയിട്ട് കിടക്കുന്ന ആളാണ് പുള്ളി. പരിചയപ്പെടേണ്ട ഒരാളാണ് പുള്ളി, അല്ലേ മെർലിൻ? പൊന്നു മെർലിനെ വളരെ യാദൃശ്ചികമാണ്. ദേവി ഒരു സീനുണ്ടാക്കരുത്. എന്ത് സീന? അങ്കിളെ, പിന്നെ ആ വരുന്നതേ മെർലിന്റെ കസിന്. അകന്ന ബന്ധത്തിലുള്ള ഏതൊരു കസിൻ. ഓ, ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാ. ഓ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.